വിശദമായ വാർത്തകളിലേക്ക്. കേരള സംഘം എത്തും വരെ ശിരൂരിൽ രക്ഷാപ്രവർത്തനം പരാജയമായിരുന്നെന്ന് രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത്. സിഗ്നൽ കൃത്യമായി കിട്ടിയാലുടൻ മണ്ണ് നീക്കാൻ കഴിയും. മുകളിലെ മണ്ണ് നീക്കി ലോറിയുടെ മേൽഭാഗം തകർത്ത് റെസ്ക്യൂ ട്യൂബ് ഇറക്കി രക്ഷപ്പെടുത്താമെന്നും രഞ്ജിത്ത് പറഞ്ഞു. രഞ്ജിത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം. തുടക്കം ഇത് വളരെ പരാജയകരമായിട്ടാണ് ഈ 3 മണി വരെയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അത് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും എന്നുവെച്ചാൽ അവർക്ക് തന്നെ അറിയാം. കൃഷ്ണസ്ഥലിൽ അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വെറും പരാജയമായിട്ടുള്ള ഒരു വഴിയിലേക്കാണ്. കറക്റ്റ് ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ആ ഡെബ്രിസിനകത്ത് ട്രക്ക് ഇവിടെ നിന്ന് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിനെ വെളിയെത്തിക്കാം. ട്രക്ക് പോയിന്റ് ഔട്ട് ആയിട്ടില്ല. അകത്ത് നടന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പൂർണ്ണമായിട്ടും ഞാൻ വിക്ടിമിൻ്റെ അളിയനെ ജിതിൻ പറഞ്ഞിരുന്നത്. ജിതിൻ നമ്മൾ വർക്ക് കണ്ടുകൊണ്ടിരിക്കുക. അവർക്ക് അവരും ജിതിൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. RTOയിലെ 3 ആൾക്കാരുണ്ട്, അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് വർക്ക്. വന്നപ്പോൾ ഈ നേരായ ദിശയിലല്ല ഈ വർക്ക് ഇത്ര ദിവസം പോയിക്കൊണ്ടിരുന്നത്. അവർ റോഡ് മണ്ണ് മാറ്റുന്നതിൻ്റെ തിരക്കിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ നമ്മളത് മാറ്റിച്ചത് GPR വെച്ചുകൊണ്ട് GPR വന്ന ആൾക്കാരെയും കൊണ്ട് നമ്മൾ വന്ന ഒരു മണിക്കൂർ ഞാൻ വേറെ മീറ്റ് ചെയ്യാൻ പറ്റിയ ആ ഒരു മോളിൽ ഡെബ്രിസിലേക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ നമ്മൾ ശാരക്കട്ടോളം താഴ്ന്നു വന്ന ഒരു ചെളിയാണ് അവിടെ. രക്ഷാപ്രവർത്തനം 10 മണിവരെ തുടരും. ശിരൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി PK സരീഷ് ചേരുന്നു. സരീഷ്, ഇന്ന് നടന്ന രക്ഷാപ്രവർത്തനത്തെ മൊത്തത്തിൽ എങ്ങനെ വിലയിരുത്തണം? ജീവന്റെ വിലയുള്ള സമയമാണ് കടന്നുപോകുന്നത്. 10 മണിവരെ മാത്രം രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിനുശേഷവും രക്ഷാപ്രവർത്തനം തുടരുവാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ലേ? എന്താണ് മനസ്സിലാക്കേണ്ടത്? സംഘം ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെടുകയായിരുന്നു. കാരണം രാത്രി 10 മണിവരെയെങ്കിലും ഈ തെരച്ചിൽ നടത്തിയാൽ മാത്രമേ നമുക്ക് കൃത്യമായി ആ വാഹനം അവിടെ ഉണ്ടോ എന്ന് ലൊക്കേറ്റ് ചെയ്യാനാവൂ. അതുകൊണ്ട് NDR സംഘത്തിനെയും അതോടൊപ്പം തന്നെ സമീപത്തെ JCB ഉൾപ്പെടെയുള്ള ഓപ്പറേറ്റർമാരെയും അനുവദിക്കണം എന്ന് കേരളത്തിൽ നിന്നെത്തിയ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ ആവശ്യം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ആദ്യം ഇതിനെ അനുകൂലിക്കാൻ ജില്ലാ ഭരണകൂടമോ ജില്ലാ കളക്ടറോ തയ്യാറായില്ല. പക്ഷേ ആദ്യഘട്ടത്തിൽ മണ്ണ് നീക്കം ചെയ്ത് വീണ്ടും റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ശുഭസൂചകമായ ചില സിഗ്നലുകൾ ലഭിച്ചതോടെയാണ് ഈ 10 മണിവരെയെങ്കിലും ഇവിടെ പരിശോധന നടത്താം എന്നൊരു അനുവാദം ജില്ലാ കളക്ടറിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ അവിടെ ലൊക്കേറ്റ് ചെയ്തത്, അതായത് ഏത് ാണ് നേരത്തെ GPS സംവിധാനം ഉപയോഗിച്ച് ലോറി ഉണ്ട് എന്ന് കണ്ടെത്തിയത്. അതിന് സമീപത്തായി തന്നെ ഈ റഡാർ ഉപയോഗിച്ച് ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. ആദ്യം ലഭിച്ചതിനേക്കാൾ കൂടുതൽ സ്ട്രെങ്ത് ഉള്ള സിഗ്നൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കാരണം ആദ്യ മണിക്കൂറിൽ, അതായത് 10 മണിയോടെയാണ് റഡാർ എത്തിച്ചത്. രാവിലെ എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും 10 മണിക്ക് ശേഷം മാത്രമാണ് റഡാർ എത്തിച്ചത്. ഏതാണ്ട് 11 മണിയോടെ മാത്രമാണ് ആദ്യ സിഗ്നലുകൾ പോലും ലഭിച്ചു തുടങ്ങിയത്. ആദ്യം 3 സ്ഥലത്ത് സിഗ്നൽ ലഭിച്ചു പറയുന്നു. കൃത്യമായി ഈ GPS അവസാനമായി എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെയാണ് കൂടുതൽ സ്ട്രെങ്ത് ഉള്ള സിഗ്നൽ ലഭിച്ചത് എന്ന് പിന്നീട് സ്ഥിരീകരിക്കുന്നു. അവിടെ മണ്ണ് നീക്കം ചെയ്താൽ പിന്നീട് കൂടുതൽ പരിശോധന നടത്താം എന്ന് NIT ഉദ്യോഗസ്ഥർ ആവശ്യമായി മുന്നോട്ട് വെക്കുന്നു. പക്ഷേ അത് ചെവിക്കൊള്ളാൻ ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല. അത് തന്നെയാണ് ഈ രഞ്ജിത്ത് ഇവിടെ എത്തിയപ്പോഴും പറഞ്ഞത്. ഈ ആദ്യഘട്ടത്തിലെല്ലാം തന്നെ ഈ ഉദ്യോഗസ്ഥർ ചെയ്തിരുന്നത് റോഡ് ശുചീകരിക്കുക, റോഡിലെ മണ്ണ് നീക്കം ചെയ്യുക എന്നൊരു പ്രവൃത്തി മാത്രമാണ് ചെയ്തത്. ഏതെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനം എന്ന ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള പ്രവർത്തനവും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് രഞ്ജിത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. അത് നമ്മൾ അവിടെ എത്തിയപ്പോഴുള്ള ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. കാരണം റോഡ് മണ്ണ് നീക്കം ചെയ്ത് റോഡ് ഗതാഗത യോഗ്യമാക്കുക എന്നതിനപ്പുറത്തേക്ക് ആ ഇടതുവശം ചേർന്നുള്ള മണ്ണ് നീക്കം ചെയ്യാനോ അവിടെ എവിടെയാണ് രഞ്ജിത്തിന്റെ വാഹനമുള്ളത് എന്ന് കണ്ടെത്താനോ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല. അത് നമ്മൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. രഞ്ജിത്ത് എത്തുകയും 3 മണിയോടെ രഞ്ജിത്ത് ഇസ്രയേൽ എത്തുകയും അതിനുശേഷം ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്ത ശേഷമാണ് മണ്ണ് ആദ്യത്തെ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് നിന്നും അല്പമെങ്കിലും മണ്ണ് എടുത്തു മാറ്റാൻ ഉദ്യോഗസ്ഥർ തയ്യാറായത്. അതിനുശേഷം വീണ്ടും റഡാർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലാണ് വൈകിട്ട് 6 മണിയോടെ വീണ്ടും ഒരു സിഗ്നൽ അവിടെ നിന്നും, അതായത് സമാനമായ സ്ഥലത്ത് നിന്ന് വീണ്ടും സിഗ്നൽ ലഭിക്കുന്നത്. ഏതാണ്ട് രഞ്ജിത്ത് പറയുന്നതനുസരിച്ചാണെങ്കിൽ 70% അത് ലോറിയാണെന്ന് സ്ഥിരീകരിക്കാനാവും എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും 100% എന്ന് അദ്ദേഹം പറയുന്നില്ല. കാരണം ലോഹ കഷ്ണങ്ങൾ മറ്റോ ഇതിന് അടിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ പാറക്കഷ്ണങ്ങൾ ഉൾപ്പെടെയുണ്ട്. അതോടൊപ്പം 2.5 മീറ്ററിനപ്പുറത്തേക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ചളി ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള സിഗ്നൽ ആയിരിക്കില്ല ലഭിക്കുക എന്നുള്ളത് കൂടി അദ്ദേഹം പറയുന്നു. പക്ഷേ അപ്പോഴും 70% വിശ്വാസം അവർക്കുണ്ട് ഇത് ലോറി തന്നെയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ്
അത് സ്ഥിരീകരിക്കുന്നതിന്റെ ഭാഗമായാണ് 10 മണിവരെയെങ്കിലും ഈ തിരച്ചിൽ നടത്തണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ ചെയ്യുന്നത് ഈ സിഗ്നൽ സംവിധാനത്തിൽ എവിടെ വരെയാണോ അവർക്ക് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്, അതായത് റഡാറിൽ എവിടെ വരെയാണോ ലോറിയുടേത് എന്ന് സംശയിക്കുന്ന സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്, ആ പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു. അവിടെ കൃത്യമായി ഒരു മാപ്പ് സൃഷ്ടിക്കുന്നു. അവിടെ നിന്നും മണ്ണ് നീക്കം ചെയ്യുന്നു എന്നുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തു നിന്നും മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് വില്ലനായി ഈ മഴയും ഒപ്പം തന്നെ മണ്ണിടിച്ചിലും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അതിനെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നത്. കൃത്യമായി ജില്ലാ കളക്ടറോട് കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് രഞ്ജിത്തിന്റെയും NDRFന്റെയും നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി മണ്ണ് ഇവിടെ നിന്നും നീക്കം ചെയ്താൽ കൃത്യമായ റഡാർ സംവിധാനം ഉപയോഗിച്ച് ഒരിക്കൽ കൂടി സ്ഥിരീകരണം നടത്താനാവും. അത് ലോറിയുടേത് തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ പൈപ്പ് ഉപയോഗിച്ച്, അതായത് ട്യൂബ് ഉപയോഗിച്ച് ഈ രക്ഷാപ്രവർത്തനം കൃത്യമായി നടത്താനാവും. ഈ വാഹനത്തിന്റെ ടോപ്പ് പൊളിച്ച് അവിടെ നിന്നും ഈ അകത്തുള്ള അർജുനനെ പുറത്തേക്ക് എത്തിക്കാനാവും എന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്, രഞ്ജിത്ത് പറയുന്നത്. അങ്ങനെയുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്കാണ് പോകുന്നത്. ഏതായാലും രാത്രി 10 മണിവരെയെങ്കിലും രക്ഷാപ്രവർത്തനം നീട്ടണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നു. 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ SDRF സംഘം ഇവിടെ നിന്ന് മാറിയിരുന്നു. ഇപ്പോൾ സ്ഥലത്തുള്ളത് NDRFന്റെയും അതോടൊപ്പം തന്നെ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവരും ഒപ്പം JCB ഓപ്പറേറ്റർമാരും മാത്രമാണ് അവിടെ ഉള്ളത്. കൂടുതൽ സംവിധാനങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല. SDRF സംഘം ഇതിനോടകം തന്നെ മടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കുറച്ച് പോലീസുകാർ മാത്രമാണ് അവിടെ ഉള്ളത്. എന്തായാലും 10 മണിവരെ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് ഏറ്റവും ശുഭസൂചകമാണ്. കാരണം ഇന്നലെ 8 മണിയോടെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. മഴയാണ് കാരണമായി പറഞ്ഞത്. ഒപ്പം തന്നെ ഇരുട്ട് വീഴുകയും മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തു എന്നൊക്കെയാണ് അവർ മുന്നോട്ട് വെച്ച വാദങ്ങൾ. പക്ഷേ ഒരു 3 ജീവനുകളാണ് ഈ മണ്ണിനടിയിലുള്ളത്. ആ 3 ജീവനുകൾ രക്ഷിക്കാവുന്ന സാധ്യതകൾ ഇല്ലാതെയാക്കിയാണ് അവരെല്ലാം തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ അവഗണിച്ചുകൊണ്ട് റോഡ് ശുചീകരണത്തിലേക്ക് ഇറങ്ങിയത്. യഥാർത്ഥത്തിൽ രഞ്ജിത്ത് പറഞ്ഞത് കൃത്യമായി 3 മണിക്ക് ശേഷം മാത്രമാണ് ഏതെങ്കിലും രീതിയിൽ രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അത് തന്നെയാണ് നേരത്തെ ഉൾപ്പെടെയുള്ളവരും ഒപ്പം തന്നെ ജിതിനും നമ്മളോട് പങ്കുവച്ചത്. ശിരൂരിൽ നിന്നും സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത് PK സരീഷ്.